അപ്പൊ നമ്മളെ ഫാമിലിയിൽ ഒരാള് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ചേട്ടന്റെ വൈഫായ ചേട്ടത്തിയായ സൗമ്യ ചേച്ചിയാണ്, സൗമ്യയാണ്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോവുകയാണ്. വെള്ളാണെങ്കിൽ പോയിട്ട് കുറെ ദിവസങ്ങളായി. നമ്മൾ എന്ത് ലാസ്റ്റ് പോയത്, ഇടയ്ക്കിടയ്ക്ക് പോവും, വ്ളോഗ് ചെയ്ത് കുറെ ദിവസമായി അങ്ങോട്ട് പോയിട്ട്. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് പോയിട്ട് ചുമ്മാ ഒരു ഫാമിലി വ്ളോഗ് പോലെ ചെയ്തിട്ട് പിന്നെ അവിടുത്തെ ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടല്ലോ, പാട്ട് പാടുന്ന ആ സ്റ്റുഡിയോ, ചെറിയൊരു സെറ്റപ്പാണ്, വലിയ ചിലവില്ലാതെ ഒരു ചെറിയ ബഡ്ജറ്റ് ഉണ്ടാക്കിയ സാധനമാണ്. അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് നല്ല പോലെ 4 പാട്ട് പാടിയിട്ട്, ഞാനും പാടാം, വാണിയും പാടാം, വൈഷു വേണം 2 പാട്ട് പാടട്ട് അല്ലേ? പാടോ, പാട്ട് പാടാൻ ചോദിച്ചാൽ പാട്ട് പാടാന്ന് പറയാം. ശരി, ഓക്കെ, ശരി, എന്തെങ്കിലും പാടിയാൽ മതി നല്ല പോലെ. അപ്പൊ എല്ലാവരും ചേർന്ന് നല്ല പാട്ടൊക്കെ പാടി വൈബൊക്കെ അടിച്ച് നല്ല സൂപ്പർ ആയിട്ട് ഒരു ഫാമിലി വ്ളോഗ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള അങ്ങോട്ട് പോയിട്ട് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പോ. അപ്പൊ അമ്മയും അപ്പയും പറഞ്ഞില്ല കൂടെ, നമ്മൾ മാത്രമേ പോകുള്ളൂ, ഞാനും വാണി വൈഷു ആയിട്ട്. അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ച ആയിട്ട് എല്ലാവരും ഒന്നിച്ച് പോയിട്ട് ഒന്ന് സെറ്റ് ആകട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന്. അപ്പൊ ജീവിതത്തില് എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. വാ. ഏലേലോ ഏലേലോ ഏലേലേലോ ഈ പാട്ടിന് വൈശൂട്ടി പാടാൻ പോണ പാട്ട്. ഇന്നലെ തൊട്ട് ഭയങ്കര ഇതായിരുന്നു, റിഹേഴ്സലായിരുന്നു ഈ പാട്ട് ഫുള്ളായിട്ട് അല്ലേ വൈശൂട്ടി? ഏലേലോ ഏലേലോ ഈ പാട്ട് ഫുള്ളും പാടാം കറക്റ്റായിട്ട്. ഫുള്ളും പാട്ടുണ്ട്, 4 വരി പഠിയാൽ മതി. ഓക്കെ, പോന്നാ. കമ്മലിട്ടു പൊട്ടു തൊട്ടു. ഇതാര് നിൽക്കണം അവിടെ? പുസിക്കാറ്റ്. പുസി എന്ത് സുഖം തന്നെ. ഇതിൻ്റെ ഓണറൊക്കെ പോയി, ഇവിടെ നിന്ന് വീട് മാറി. നീ കൂടെ പോകാത്തത് പിന്നെ? ഇതിൻ്റെ ചേട്ടനുണ്ട്, 2 പേരുണ്ട്. ഈ 2 പേരും ഇവിടെ നിന്ന് പോയില്ല, അവർ പോയ സമയത്ത് കൂടെ പൊയ്ക്കൂടെ? അത് ഈ പൂച്ചകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ടെറിട്ടറിയാണ് അതിൻ്റെ, മനസ്സിലായി? ഈ ടെറിട്ടറിയിൽ നിന്ന് വേറെ ടെറിട്ടറി പോകില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഈ ഏരിയ ഇവർക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ വേറെ വിഷയമില്ല, അവർക്ക് ജീവിക്കാം സൂപ്പറായിട്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് വെളിയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിനകത്ത് തിന്നാൽ പോരല്ലേ, ആളുണ്ടല്ലോ നോക്കാനായിട്ട് ഓണർ. പിന്നെ എന്ത്, ഇതുവഴി പോകണം, ഇതുവഴി പോനാ. ഏലേലോ ഏലേലോ ഏലേലേലോ. എല്ലാവരും പാട്ട് പാടാൻ പോവാണ്, ഞാൻ പാടാൻ പോണ്, വൈശൂട്ടി പാടാൻ പോണ് അല്ലേ എല്ലാവരും. എൻ്റെ ഫോണാ? ഇല്ല, എടുത്തില്ല. ഫോൺ എടുത്തല്ലോ? ശരി, ഓക്കെ. പേഴ്സ്, ഫോണ് എല്ലാം എടുത്തല്ലോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഇത്തിരി മഴക്കോളുണ്ട്. താണ്ടാ നല്ല ഇരുണ്ട് വരെയാണ്, മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം മഴ പെയ്യണമെങ്കിൽ പെയ്യിട്ട് കുഴപ്പമില്ല, പക്ഷെ ഇപ്പം പെയ്യണ്ട. നമ്മൾ നേരെ വെള്ളാണിയിൽ പോയിട്ട് മഴ പെയ്യിട്ട് എനിക്ക് വിഷയമില്ല. നമ്മളങ്ങനെ വെള്ളാണി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. എന്തൊരു ബ്ലോക്ക് ഇത്, ഞായറാഴ്ച ആയാലും ആർക്കും വീട്ടിൽ നടങ്ങിയിരിക്കില്ലേ? നമ്മളങ്ങനെ തന്നെ വീട്ടിൽ ഇരിക്കില്ലല്ലോ അല്ലേ? ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ കറങ്ങാൻ അവിടെ പോകണമല്ലോ. പോകുന്ന വഴിക്ക് ബേക്കറി ഒന്നും കാരണം സാധനം വാങ്ങിയുണ്ട്, കുറച്ച് എന്തെങ്കിലും ബിസ്ക്കറ്റോ കേക്കോ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പോൾ ഇതാണ് ബേക്കറി ലെഫ്റ്റ് സൈഡിലായിട്ട്. പെണ്ണല്ല വണ്ണപ്പൂന്തോട്ടം. എന്തൊക്കെ ഉണ്ട്, ലഡ്ഡു ഉണ്ടല്ലോ, ലഡ്ഡു ജിലേബി ഉണ്ട് അല്ലേ? 4 ജിലേബി 4 ലഡ്ഡു. പിന്നെ വേറെ എന്ത് വേണം? കേക്ക് വല്ലതും വേണോ? നീ പിള്ളേർക്ക് എന്ത് കഴിക്കും? വ്ളോഗർ, യൂട്യൂബറാണ് ഇത്. അന്ന് വാങ്ങിച്ച 35,000 ഇപ്പോൾ 25,000 22,000 കിട്ടും. വില കുറവാണ്, ഇപ്പം ഒരുപാട് കുറഞ്ഞ്. ഇത് 9 ഗോപ്രോ. അത്ര തന്നെയല്ലേ? അടുത്ത മതിയാ? അവിടെയാ പാക്കറ്റിൽ ഇതും കൂടിയേ? എത്ര? മതി. അച്ഛനുണ്ടേ? ഓക്കെ, പോന്നാ. 144 രൂപ ലഭിച്ചു. പച്ച മലയാളം. നമ്മളെന്ത് പറയും, 144 രൂപ കെട്ടി. അപ്പോൾ പോന്നാ, ഈ വേറെ വിഷയമൊന്നുമില്ല, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. നേരെ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ദ യൂട്യൂബ് സ്റ്റുഡിയോ ഫോർ മ്യൂസിക് കവർ സോങ് ബൈ സൗമ്യ ആൻഡ് ഫാമിലി. ഭയങ്കര ഇംഗ്ലീഷാണ് സൂക്ഷിച്ച് വരെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. പക്ഷെ എന്ത് ചെയ്യാൻ, ഗ്രാമർ മിസ്റ്റേക്ക് വരുമല്ലോ ഭയങ്കരമായിട്ട്. സംസാരിക്കാനുണ്ടെങ്കിലേ നമുക്ക് ഫ്ലുവൻ്റ് ഓട്ടോമാറ്റിക് വന്നോളും. 1 മാസം മതി, കൂടുതൽ വേണ്ട. വണ്ടി എവിടെ കൊണ്ട് വയ്ക്കുക, ഇവിടെ എല്ലായിടത്തും ചവറായിരിക്കണം. ആവശ്യം കേടാ, കുഴപ്പമില്ല, ഇറങ്ങാം. 2 പട്ടി നിൽക്കുകയാണ് അവിടെ ഒന്ന് ഇവിടെ ഒന്നായിട്ട്. ഒരുമാതിരി ചറിഞ്ഞ് നോക്കിയാണ്. മിക്കവാറും ഓട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജുറാസി പാർക്കിൽ ഡയൻസ് ഉണ്ടല്ലോ, ടീറക്സാ RX എന്തോണ്ടല്ലോ, അത് നോക്കുമ്പോൾ ഇരിക്കണല്ലേ. പോലെ ഒന്നിച്ച് പോവാ, ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണം, കൊള്ളാമല്ലോ. ബാക്കിൽ നോക്ക്, പട്ടി പറഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. കമ്മലിട്ടോ കുറ്റിയിട്ടോ. പാട്ടുകാരി അല്ലേ? ഇസൈ മഴയിൽ നനയെ തയ്യാറാ എന്ന് പറയില്ല, അത് കോമഡിയിൽ അതുപോലെ. അടുത്ത ചിത്രം, അടുത്ത ജാനകിയായിട്ട് സൗമ്യ വരാൻ പോവുകയാണ്. അതിനുള്ളൊരു ട്രൈ. അതാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലല്ല. ഇതാണ് നമ്മൾ പാട്ട് സ്റ്റുഡിയോ. ഇവിടെ നിന്നാണ് പാടുന്നത് സൗമ്യ ദിവസം രാത്രി നിന്ന് ചന്ദ്രമുഖിയായിട്ടല്ലേ. ഗംഗ ഡെയിലി 12 മണിക്ക് ഇത് പാടിക്കൊണ്ടിരിക്കണത്. ഒന്നാം രാഗം പാടി என்ன கொடுமை சரவணது. സെറ്റപ്പ് സൂപ്പറാണല്ലോ. കൺമണി എന്ത് ചെയ്യണ്? സുഖാണോ?
കഴിച്ചാ കാപ്പി കുടിച്ചാ? പൂച്ച കഴിക്കണാ എവിടാ? ആ ഇതാ കാപ്പി കുടിച്ചാ ഇഡലി ചമ്മന്തി കഴിച്ചാൽ നിങ്ങനെ കാപ്പി? ദോശയും കടലക്കറി. ദോശയും കടലക്കറി അടിപൊളി. ആ ഉച്ചക്ക് ചിക്കൻ കറി അല്ല? ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട കൈ കൊണ്ട് പോകണ്ട്. ചെറിയൊരു ആക്സിഡന്റ് പറ്റി സൗമ്യയുടെ കയ്യിലെ വിരല് കഥവിന്റെ ഇടയിൽ വിരലായി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്തുള്ള ആ സുഖം? ഒരു നിമിഷം സ്വർഗത്തിൽ പോയിട്ട് വന്നതുപോലെ തോന്നി. സ്വർഗം മാമ സ്വർഗം അല്ലേ? നമ്മളെ ബോഡി പാർട്ടി തന്നെ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ഉള്ള സ്ഥലമാണ് ഈ വിരലൊക്കെ. ഇവിടെ ഞരമ്പിന്റെ എൻഡാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും അടി കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേണമെങ്കിൽ സഹിക്കാൻ പറ്റില്ല, ജീവൻ പോകും. പിന്നെ ആ എല്ല് പൊട്ടുന്നത് ഞാൻ ലൈവായിട്ട് കേട്ടാ സൗണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചികിത്സ കഴിഞ്ഞ് ഇപ്പൊ റെസ്റ്റിലാണ്, വീട്ടിൽ ജോലിക്കൊന്നും പോയില്ല, ലീവാണ്. എത്ര ദിവസം ലീവ്? ബുധനാഴ്ച തൊട്ട് റീജോയിൻ ചെയ്യണം. അപ്പൊ ഓക്കെ ആയില്ലേ ഒരുമാതിരി? എക്സ്റേ എടുക്കുമോ? നാളെ പോകുമ്പോ എടുക്കും, എക്സ്റേ എടുക്കും. ഓക്കെ ഓക്കെ അപ്പൊ എല്ലാം ശരിയാ, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് കാര്യം ചെയ്യുമ്പോൾ തടസ്സം വന്ന് നിൽക്കും, അത് എല്ലായിടത്തും ഉള്ളത് തന്നെ. അത് നമുക്ക് സ്പെഷ്യൽ ആണല്ലേ? നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാം സ്പെഷ്യൽ ആണല്ലോ. അതുകൊണ്ട് ഇപ്പൊ പാട്ടൊക്കെ ദിവസം പാടിക്കൊണ്ടിരിക്കുകയാണ്. 4 പാട്ടായിട്ടുണ്ട് മൊത്തം അല്ലേ? അപ്പൊ അതുപോലെ ഇനി കുറെ പാട്ടുകൾ പാടി സിനിമയിൽ കയറാൻ നോക്കട്ടാ. സിനിമയിലൊന്നും നമുക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. ട്രൈ ചെയ്യാല്ലേ? എത്ര തന്നെ അതെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ട്രൈ ചെയ്യണം. ഉള്ളത് കൊണ്ടുപോകും അല്ലേ? ഉള്ളത് കൊണ്ട് ഓണം പോലെ പറയുന്നത്. അതുപോലെ നമ്മൾ ഉള്ള ബഡ്ജറ്റിൽ ചെറിയൊരു മൈക്ക് സെറ്റൊക്കെ വാങ്ങിച്ച് ചെറിയൊരു ക്യാമറ ഒക്കെ ഉള്ള മൊബൈൽ ഫോൺ ക്യാമറയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ മതി. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ KLT ആൾക്കാർ LAPG എത്ര സപ്പോർട്ട് ചെയ്യും നമ്മളൊക്കെ. ഇവിടെ ഓരോ യൂട്യൂബറിനും അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ആർക്കും തുടങ്ങാം, ജനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഇവിടെ എന്താ പൂച്ചകൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു, വേയാന്ന്. പൂച്ച സാർ എന്ത് പ്രശ്നം ഇവിടെ? എല്ലാം കുന്നം പൂച്ച അല്ലേ? പൂച്ച സാർ നിങ്ങൾ റീൽസ് കാണാറുണ്ട്, ഭയങ്കര ഗമയാണെന്നാണ് കേട്ടത്. എന്ത് വേണം നിങ്ങൾക്ക്? ഇറച്ചി വേണോ? മീന് വേണോ? കരുവാട് വേണോ? ഇന്നെങ്ങനെയുണ്ട്? ലീവാ? പക്ഷേ എന്തേ പറയണ്ടോ? ഇന്ന് ലീവായോണ്ട് ആരും ജോലിക്ക് പോകാൻ പാടില്ല, അത്ര വേറെ ഒന്നും പറയാനില്ലേ? വീട്ടിൽ ഇരുന്ന് നല്ല റെസ്റ്റ് എടുത്തില്ലേ, നല്ല ആഹാരം കഴിച്ച് TV കണ്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് അല്ല മുത്താ ഇടിച്ചാ പാട്ട് മാച്ചിടിച്ചേട്ടാ നെറ്റിയത്. ഇതൊന്നും കടുവയാ? പിച്ചു പോയി ഡ്രോയിങ് ആണ് കേട്ടോ, രക്ഷയില്ലല്ലോ. വേറെ ഏതൊക്കെ പടം ഉണ്ട്? ഗോഡ്സില ഇത് മറ്റേ നറോട്ടയാ? ഇതെന്തോന്നു? ഇതാര്? പേര് പറ. ഒബനായ. ഇതാര്? ഇത് കിച്ചു പൊളിക്കുന്നു. നോട്ടെ നോട്ടെ ബാക്ക് ഓട്ട് കൊള്ളാം. എന്ത് കട്ടിങ് ഇത്? ബുള്ളറ്റ് കട്ടിങ് ആണ്. ബുള്ളറ്റ് ഇവിടെ കാണാനില്ല. ഇതാര്? ചുപ്പാണ്ടി പൊളിക്കണ്. ചുപ്പാണ്ടി ഓക്കെ. ചുപ്പാണ്ടി ഇല്ലേ? ചുപ്പാണ്ടി വരച്ചിട്ട് നറോട്ടയായിരുന്നു. ഇതാര്? അന്യേ? ഇതാ ഒറ്റക്കണ്ണ. ഇവിടെ എടുത്തപ്പോ ഇവർക്ക് കുശുമ്പ്, കള്ളിപ്പണ്ണ് ഭയങ്കര കുശുമ്പാണ് അവർക്ക് അല്ലേ? ഇവള് വലിയ പിള്ളേ കുഴപ്പമില്ല, ഇവള് കൊച്ചിലെ ചെറിയ കുശുമ്പുണ്ടായിരുന്നു, മാറി അല്ലേ? ഇനി വാ കുറച്ചേരം പുറത്തേക്കാം. ഇവിടെ എന്ത് ഫുട്ബോൾ കളിയാ? ആര് പൊട്ടിച്ചത്? പയ്യെ കളിക്കണം, ചെരുപ്പൊക്കെ പറക്കുന്നത്. നമുക്കൊരു കാര്യം ക്യാച്ച് കളിക്കാം, വാ കളിക്കാം. ആരാണോ ക്യാച്ച് വിടുന്നത് അവർ ഔട്ടാണേ. നീ അവിടെ അല്ലേ? ഓക്കെ റെഡി? ആദ്യം കിച്ചു കളി. കിച്ചു വയസ്സിന് കൊടുക്കും. വെയിറ്റ് ക്യാച്ച് അവിടെ തരും കറങ്ങി വരും ഓരോരുത്തരായിട്ട്. പിടിച്ചോ ഓക്കെ. ആ സൂപ്പർ, അടിപൊളി. ഈ കളി ആരും തോക്കൂല, കാരണം എല്ലാരും നല്ലപോലെ പതുക്കെട്ട് വരെയാണ് പിടിക്കാൻ വേണ്ടിട്ട്. വേറെ കളിക്കാൻ ഒളിച്ചളിക്കാം. അതായത് ഒരാൾ കണ്ടു കുത്തണം, ബാക്കി ഒരാൾ ഒളിക്കണം, അല്ലാതെ ഒരാൾ ഒളിക്കാൻ പാടില്ല. ശരി നമുക്ക് ഒളിക്കാം. കൺമണി നമുക്ക് ഒളിക്കാൻ പോയി. ഇച്ചിരി എണ്ണാൻ പോണം. ഒളിക്കാമാ, ഒളിച്ചു കളിക്കാമാ.
ഒളിച്ചു കളിക്കാൻ പോണോ? വാ ഒളിച്ചു കളിക്കാം, വാ ബോൾ കളിക്കാം. എണ്ണിക്കോ എണ്ണിക്കോ. 1 2 3 4 5 6 7 8 9 ഇവിടെ കണ്ടുപിടിക്കും ഈസി ആയിട്ട്. അയ്യോ കണ്ടാ? എവിടെ കണ്ട്? നീ കണ്ടില്ലല്ലോ. ആരെ കണ്ട്? അങ്ങനെ നമ്മളെ കാണണം. എന്റെ ക്യാമറ കാണാൻ പാടില്ല, എന്നെ കാണാ. നീ തോറ്റ്. പയ്യെ പയ്യെ എണ്ണ്. ആ എണ്ണ ഒളിച്ചളി. നീ ഇവിടെ നിന്നാ മതിയേ. ഇവിടെ ഒളിച്ചിരിക്കാൻ അങ്ങനെ ജോലി എന്താ കാണിക്കാത്ത വ്ളോഗിന് വേണ്ടിയില്ലേ? കണ്ടുപിടിച്ച ഇവിടെ വിളിക്കാൻ സ്ഥലമൊന്നുമില്ല. അവിടെ വിളിക്കാൻ പൂച്ച സാറൊക്കെ പോയില്ല. ഇവിടെ ഇവിടെ എത്ര വിളിക്കാൻ എന്താന്നേ തന്നല്ലേ നേരത്തെ എല്ലാ ഇറച്ചിയും കാര്യങ്ങളൊക്കെ. നീ വേണോ? ഞാൻ ഒളിക്കാൻ വന്ന അവിടെ സമ്മതിക്കില്ലല്ലേ? ഒളിച്ചില്ല. ഒളിച്ചുകളി കഴിഞ്ഞ് ഫുട്ബോൾ കഴിഞ്ഞ് ആ എന്തൊക്കെയോ പറയണം, മനസ്സിലാവണ്ട. എന്തോ അത് മാറ്റി കളിപ്പാട്ടല്ല. കളിപ്പാട്ടല്ല, കഴിക്കണ ആഹാരമാണ്. വേണോ? രണ്ട് കുറച്ചുകൂട്. ഇതെന്ത് കളി പറ? കൊമായ സ്ക്വിഡ് ഗെയിം കളിയാണ്. കയറിട്ട് കറക്കുമ്പോ നമ്മള് ചാടണം. എന്റെ മോളിൽ കൂടെ കയറും. ചാടട്ടാ? ചാടി. ഞാൻ ചാടും. എന്നാ കറക്കും. ആ ഞാൻ കറക്കും. ആ കൺമണി ചാട്. കളി കൺമണി കൊളോക്കി സൂക്ഷിച്ചു വെച്ചേക്കുന്നു ഇടാതെ. ഞാൻ കളിക്കില്ല. അപ്പൊ ഞാൻ കളിക്കാം. ഒരു കാര്യം ചെയ്യും, വൈശുവിനാണെങ്കിൽ ഹൈറ്റും ഇല്ല. നമുക്കിങ്ങനെ പൊക്കി വെച്ചേക്കാം. ചാടി അപ്പുറത്ത് പോണം. ചാടി അങ്ങനെ തന്നെ. ഹെൽമെറ്റ് അത് മാറ്റി. ഹെൽമെറ്റ് മാറ്റി. ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പവർഫുൾ ആണ്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ദൈവമാണ് ശിവൻ. അത് പണങ്ങി പോയി ആള്. എന്ത് പ്രശ്നം? പറ. നമുക്ക് വേറെ കളിക്കാം. ഓക്കെ നമുക്ക് വേറെ കളിക്കാം. അവര് കളിക്കട്ടെ, നോക്കാമേ. ആ ഇത് കളിയാക്കി കളിക്കട്ടെ. ഇത് കോമാളിയാണ്, കോമായല്ല കോമാളി. ഉള്ളില്ല. ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ വന്നിട്ട് അത്രേ ഉള്ളൂ. നല്ല മണം കണ്ടവരെ. ശരി പേട്ടാ കറിയാ? അത് കറിയാണ്. ഇപ്പം കുറച്ച് വെള്ളം കുറവായിരിക്കണം. ചിക്കൻ എല്ലാം കൂടെ മസാല പുരട്ടി വെച്ചതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളമോ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നമ്മള് കറിയാവും. സൂപ്പർ ടേസ്റ്റ് ആയി. എന്താണ് പ്ലാൻ? പഠിത്തം പഠിത്തമൊക്കെ ശരിയാ, മലയാളം മാത്രമേ ഡൗണ്. എന്റെ അമ്മ ഇത്രയും നാൾ പഠിപ്പിച്ചോണ്ട് എന്റെ അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ അയ്യോ ഇതൊക്കെ എവിടെ? എന്റെ അമ്മയാണ് ഇത്രയും നാൾ കൈ ഒടിഞ്ഞപ്പം എന്നെ കുറെ നാളിരുത്തി പഠിപ്പിച്ചു. അപ്പൊ അതിനൊക്കെ മടിയായിരുന്നു. പിന്നെ വന്നപ്പോ ആ മടിയൊക്കെ പോയി. പിന്നെ വന്നപ്പം ആ മടിയൊക്കെ പോയി. നല്ല പഠിക്കുമ്പോ ഇന്നേ പറയണ്ടോ? എന്റെ അമ്മ എന്നെ കൊറേ സഹായിക്കായിരുന്നു. ഞാൻ അമ്മേനെ അപ്പേനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എനിക്ക് അതുകൊണ്ട് ഞാൻ മറ്റേ ലവ് ലെറ്റർ കാണിച്ചില്ലേ,
അതുകൊണ്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു ഞാൻ. ഇഷ്ടമുണ്ട്. ഞാൻ എപ്പോഴും പറയും ഇഷ്ടമുള്ളത്. തന്നെ സൂപ്പർ, താങ്ക് യു. നമുക്ക് റൂമിൽ പോവാം. പുതിയ സ്കൂളിൽ പറ. കൊള്ളാം. സെന്റ് മേരീസ് പീറ്റിക്ക് പോകാൻ നല്ല രസമാണ്. ബോൾ ഉരുട്ടി ഉരുട്ടി കളിപ്പിച്ചു. നല്ല പീറ്റി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി കൊള്ളാം. നമുക്ക് കലിപ്പാ ഹിന്ദി ഇംഗ്ലീഷ് ഇങ്ങനെ നമ്മൾ ടീച്ചർ പോവാതിരുന്ന് കേട്ടില്ല. അടി തന്നു. എനിക്ക് അടി കിട്ടി. അടി കിട്ടിയാ? എന്താ നമ്മളെ ടീച്ചർ പാവോ, നമ്മളെ ടീച്ചർ വഴക്കേ പറയൂടാ. പക്ഷേ ടീച്ചർ എന്തായാലും അറിയാം, വല്ല ചെറിയ പ്രശ്നം ചെയ്ത ഇവിടെ നോക്ക്, ഇവിടെ അടി കൊടുക്കും. സൗണ്ട് കേൾക്കും. പിന്നെ ഇവിടെ അടി. ഞാൻ പ്രസന്റ് വിളിക്കാതിരുന്ന് അറിയാണ്ട് ഇവിടെ അടി കിട്ടി. നമ്മളെ ടീച്ചർ പ്രസന്റ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ എനിക്ക് അടി കിട്ടൂല. നമ്മളെ ടീച്ചർ ട്രെയിനിങ് ടീച്ചർ നമുക്ക് അടുത്ത മാസം സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ അടുത്ത വർഷം കന്യാകുമാരി ട്രിപ്പാണ്. നിനക്ക് എന്താണ് ആഗ്രഹം? ഫ്യൂച്ചറിൽ എന്താവണം? നിനക്കൊന്നും ആഗ്രഹം കാണൂല, ചുമ്മാ പറ. പോലീസും പിന്നെ ടീച്ചറാവും. പോലീസും ടീച്ചർ ആവണം. ഓക്കെ സൂപ്പർ. നിനക്ക് പടം വരയ്ക്കണം, രവി വർമ്മയെ പോലെ ആവണം. സൗമ്യക്ക് എന്താണ് ആഗ്രഹം? ജീവിതത്തിന്റെ പകുതി ഭാഗം ഇപ്പൊ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് അതല്ലേ ഇപ്പൊ ചെയ്യണത് അല്ലേ, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അതെ, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹങ്ങളൊക്കെ കെട്ടടങ്ങി പോയി. കുഴപ്പമില്ല. നിനക്ക് എന്താണ് ആഗ്രഹം ഭാവിയിൽ? അല്ല ഭാവിയിലല്ല, എന്താണ് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്? ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് സത്യം പറയാ ഐഡിയ അല്ലേ? എന്റെ ആഗ്രഹം എന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. ആ ടൈമൊക്കെ കഴിഞ്ഞപ്പോ ജീവിതം ഒരുപാട് മുമ്പോട്ട് പോയി. ഒന്നും ചെയ്തിട്ട് ഇനിയിപ്പോ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞില്ല, 18 വയസ്സായപ്പോഴാണ് ഒരു ഐഡിയ വന്നത്. പിന്നെ ആ സമയത്തൊക്കെ എല്ലാം കാര്യങ്ങൾ കൈവിട്ട് പോയി. പിന്നെ ഉള്ള ജോലിയും ചെയ്ത് അങ്ങനെ ഇതുവരെ എത്തി. ഞാൻ നോക്കിയിട്ട് രണ്ടുപേർക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, സൗമ്യക്കായാലും വാണിക്കായാലും അല്ലേ. മ്യൂസിക് തന്നെ അവരൊക്കെ മെയിൻ പാഷൻ അല്ലേ സൗമ്യ? മ്യൂസിക് തന്നെ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ടീച്ചർ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഡിഗ്രി കോളേജൊക്കെ എത്തി. പിന്നെ PSC ഒക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പോലീസ് ആവണം, പോലീസ് ഉദ്യോഗസ്ഥ ആവണം അങ്ങനെയായിരുന്നു. പിന്നെ അത് കുറെ PSC ഒക്കെ ട്രൈ ചെയ്ത് അത് പറ്റാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ അത് ഉപേക്ഷിച്ച് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു ജോലിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് പ്രൈവറ്റ് കമ്പനികളിലും മറ്റും ജോലിക്ക് പോയി തുടങ്ങിയത്. പിന്നെ ഇപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ടെക്നോ പാർക്കിലെ ഒരു തിരക്കേടില്ലാത്തൊരു നല്ലൊരു ജോലിയാണ്. അപ്പോൾ ചോറിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പാണി കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നു. സുമേഷ് അവിടെ പുറത്ത് പോയിരിക്കുകയാണ്. എനിക്ക് വിഷം സഹിക്കാൻ പറ്റില്ല. കഴിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തലറങ്ങി വീഴും. അപ്പോൾ ചോറ്, ചിക്കൻ കറി, സലാഡ്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വാണി ബാക്കി വെച്ച ചിക്കൻ ഉണ്ട് കുറച്ച്, എല്ലാം കൂടെ ചേർത്ത് ഒരു സൂപ്പറായിട്ടൊന്ന് വെട്ടി വിഴുകാം. ഫുഡ് ഉണ്ട്, കുഴപ്പമില്ലേ? കഴിക്കണ്ട, കൊള്ളാന്നർത്ഥം. നീ കഴിച്ചാ? കഴിച്ചില്ലല്ലോ. കഴിക്കാം, വാ നമുക്ക് കഴിക്കാം. കഴിക്കും. ചാപ്പടം എവിടെ ഉണ്ട്? അടിപൊളി. എരിവോ പുളിയോ കുറവുണ്ട് മാ? അടിപൊളി. ഒരു വലിയ പീസ് ചിക്കൻ എടുത്ത് അടുക്ക് വയ്ക്കുക, എന്നിട്ട് മൂടുക. ചിക്കൻ ഫ്രൈ അവിടെ ഫ്രൈ. സലാഡ് സൂപ്പറാട്ടാ. ആ മല്ലിയിലയും തക്കാളിയും രണ്ടും കൂടെ ചേർത്ത് കടിച്ച് തിന്നുമ്പോൾ സൂപ്പറായിരുന്നു. സോൾട്ട് ആയ നല്ലൊരു വെജിറ്റബിൾസിൻ്റെ നല്ലൊരു ഫ്ലേവറോടെ സൂപ്പറായിരുന്നു. ചിക്കൻ പൊരിച്ച് ആവശ്യം എരിവുണ്ട്, സ്പൈസി ആയി. ആ അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊടിച്ച ചിക്കനാണ് ഉണ്ടായി. ചിക്കൻ കറിയുടെ ചിക്കനാണ്. കണക്കിന് എരിവുണ്ട്. നല്ല ഇഞ്ചിയും സവാളയുടെ ടേസ്റ്റ് ഉണ്ട്. നല്ല ആ മസാല സൂപ്പറായിരുന്നു. ഇതിനെ പുറത്ത് ബോൾ വെച്ചിട്ട് നടന്നു പോകണം. അവിടെ നിന്ന് ഇങ്ങ് വരാം. ആര് വീഴാതെ പറഞ്ഞാൽ അവർ ജയിക്കും. ഓക്കെ ഞാനുണ്ടോ? സ്പീഡിൽ പോണം. ആ തോറ്റ്. ആ പോയി. അടുത്ത് ഞാനേ. ആ സൂപ്പർ. പയ്യെ പോ. അയ്യേ തോറ്റാ. ജയിക്കും. തള്ളാൻ പാടില്ല. ജയിക്കട്ടെ. ആ റൗണ്ട് കഴിഞ്ഞ്
പിടിച്ച് നീ ബോൾ പിടിച്ച് കള്ളക്കളി അറിഞ്ഞ ഞാൻ കളിച്ചില്ല. വൈശുവിനെ അടുത്ത റൗണ്ട് കളിയിടും. എന്റെ കയറും കൂടെ ബെസ്റ്റ് കുനിയെ വേണം അല്ലേ നടക്കേ വേണം. അല്ല ഇവിടെ എത്തിയോണ്ട് ഇനി അങ്ങോട്ടും കൂടെ നടക്കാം. ടാസ്ക് ആണ് ചിത്താ. ഞാൻ വയറിന്റെ താഴെ കൂടെ വേണം. എത്തിയാ ഓ ശിവൻ ഒരു തവണ ചാടിക്കോ. അല്ല പിടിച്ചോ മണി പിടിച്ചോ കൊച്ചു കയ്യല്ലേ മൂക്കി പിടിച്ച ഭയങ്കര വേദന എടുക്കും. പിടിച്ചാ സോറി ആവശ്യം റെഡി 1 2 3 സ്റ്റാർട്ട് വാ. വെച്ചതാ ശ്രമിക്കാതാ വെച്ചതാ പിന്നെ ഞാൻ എത്ര തവണ തോറ്റിട്ടുണ്ട്. വയ്യ നടന്നോ കരിച്ച് ചരിക്കാൻ പാടില്ല. അടുത്ത ഞാൻ പാട്ട് പതിയെ പോ. വാ വാ വാ. ആ സൂപ്പർ പോട്ടെ ജയിച്ചാറായടി. ഒരു കാര്യം ചെയ്യാം വൈശുനെ, അവിടെ ഇവിടെ വരും പാടില്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ അവിടെ താണ്ടിയ നീ ജയിച്ചു. വൈശു ഫുള്ളും പോവും. ഓ പിന്നെ അവക്കെല്ലാം അറിയാം അല്ല ഷൂട്ടി. പണ്ട് പെൻ ഫൈറ്റ് കളിക്കുവായിരുന്നല്ലേ നിങ്ങളൊക്കെ? ഞാൻ 2 തവണ ജയിച്ചു. അല്ല ഞാൻ 1 തവണ ജയിച്ചു. ഓക്കെ മതി ഇത്ര തന്നെ. ഹാപ്പിയാ ഉമ്മതാ? കരയാൻ പാടില്ല കേട്ടാ. കരയാൻ പാടില്ല. ട്രൈ ചെയ്യണം ജയിക്കും വരെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഫൈനലായ ഹൈലൈറ്റ് ആയ കാര്യത്തിലോട്ട് പോവുകയാണ് നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ. യൂട്യൂബ് അല്ലോ, നമ്മളെ സൗമ്യയുടെ സ്റ്റുഡിയോ ആണ്. പാട്ട് പാടുന്ന സ്റ്റുഡിയോ, കവർ സോങ് പാടുന്ന സ്റ്റുഡിയോ. മതിയാ? ഓക്കെ. ചെറിയ സെറ്റപ്പാണ് കാണിച്ചിരുന്നതൊക്കെയാണുള്ളത്. അപ്പോൾ ഇത് മൈക്കിൻ്റെ കൂടെ അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഇത് വന്നിട്ട് ആംപ്ലിഫയർ എന്ന് പറയാം നമ്മളെ. അപ്പോൾ ഈ വോയിസ് ആംപ്ലിഫയറും ഈ മൈക്കെല്ലാം ചേർത്ത് മൊത്തം 4000 ആയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് മൊത്തം 3000 അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ലൈറ്റിന് 1000 ആയിട്ടുണ്ട്. അപ്പോൾ 4000 ആയാ. പിന്നെ മൊബൈൽ ഹോൾഡർ ഒരു കൺവെർട്ടർ വയറുണ്ട്, അതൊരു 350 ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ബാഗിലുള്ള ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ എല്ലാം ചേർത്ത് മൊത്തം 4750 5000 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബഡ്ജറ്റ്. പാർക്കിൽ പാട്ട് പാടി കവർ സോങ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ ചെയ്യാൻ വലിയ വിഷയമില്ല, ചെറിയ ബഡ്ജറ്റിലാവും. ഓക്കെ പാടാം. ഫസ്റ്റ് ആര് പാടാൻ പോണം? 4 വരി മതി, ഫുള്ളും പാടണ്ട കേട്ടല്ലോ. ഏലുണ്ടോടി അമ്പളിച്ചന്തം, ഏലുണ്ടോടി താമരച്ചന്തം, ഏലുണ്ടോടി ഏലുണ്ടോടി താമരച്ചന്തം, ഏലുണ്ടോടി മാരിവിൽ ചന്തം, ഏലുണ്ടോടി മാമരച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏലിൽ അറിഞ്ഞതേയില്ലേ പൊന്നാരപ്പൂയല്ലേ. പാട്ട് പാടാ എനിക്ക് അറിഞ്ഞൂടാ. പാട്ട് പാടില്ലാലും പറയട്ടാ ഒരാളുകളെ കാര്യമൊക്കെ ദൈവത്തിനൊക്കെ പറ്റി. എന്തിനു പറയാ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോകുന്നു. ഓക്കെ. അടുത്ത പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. ഒരു തമിഴ് പാട്ടാണ്, പഴയ പാട്ട് വിജയകാന്തിന്റെ. അത് പാടത് റാസാത്തി ഉന്ന. പടത്തിന്റെ പേര് വൈദേഹി കാത്തിരുന്നാൽ. പഴയ പടമാണ്, വിജയകാന്തിന്റെ പടമാണ്. ഈ പാട്ട് പണ്ട് ഭയങ്കര വൈറലായ പാട്ടാണ്. ഇന്നും ഇത്തിരി വൈറൽ തന്നെ, കുറച്ച് പഴയ പാട്ടായെന്നുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ പാട്ട് എന്നിട്ട് റാസാത്തി ഉന്ന കാണാതെ നെഞ്ചം. ഇപ്പോഴേ ലിറിക്ക് പോയി. ലിറിക്ക് കാണാതെ പാടണം അല്ലേ, ഫുൾ മൈൻഡിലായിരിക്കണം. അപ്പോഴേ നമുക്ക് പാടുമ്പോൾ ഒരു എനർജി ആയിരിക്കുള്ളൂ. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ തത്തിത്തമിഴും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുകും സംഘത്തമിഴേ മുത്തം തറ നിത്തം തറ നച്ചത്തിരം யாரோடு என்ன எனக்கு என்ன பேச்சு நீதானே கண்ணே நான் வாங்கு மூச்சு வாழ்ந்தாக வேண்டும் வா வா என் கண்ணே ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது பொழுதாகி போச்சு விளக்கேத்தியாச்சு പൊന്മാനെ ഒന്ന് തേടുത്. ഒരുമാതിരി കണ്ണടച്ചുകൊണ്ട് എനിക്ക് ലിറിക്സ് കേട്ടി, ഇല്ലെങ്കിൽ പാടാൻ കേട്ടാൻ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടല്ലോ. ഞാനൊന്നും വലിയ സംഗീതം പഠിക്കാത്ത ആളാണ്. ഒരു ഇഷ്ടം പാട്ട് പാടുന്നു, പാടി നോക്കി കൊള്ളാമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊള്ളൂലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സംഭവം കൊള്ളൂലെന്ന് എനിക്കറിയാം. ഓക്കെ,
ഓക്കെ, അടുത്താരെ പാടാൻ പോണേ നീ? ജസ്റ്റ് ഒന്ന് പാടുകയാണേ. പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ചുമ്മാ ഒന്ന് ഇതിനൊക്കെ വേണ്ടിയിട്ട് പാടുന്നതാണേ. ഉണ്ടാന കായമെങ്കും തന്നാലെ മാറിപ്പോന മായമെന്ന് പൊന്മാനേ പൊന്മാനേ, എന്ത കായமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே, எந்தன் காதல் என்னவென்று சொல்லாமல் எங்க எங்க அழுகை வந்தது, இந்தன் சோகம் உன்னை தாக்கும் என்றென்னும் போது வந்த அழுகை நின்றது, மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது, அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே இன்று உனக்கு புரியுமா. സംഭവം പൊളിയാ, സൂപ്പറായിട്ട് കൊള്ളാം, നന്നായി. ഞാനൊക്കെ എന്തോന്നല്ലേ വെറും ബോറ്. ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് അടുത്ത ആഴ്ച സൂപ്പറായിട്ട് പാടും. നോക്കിയോ, ഈ പ്രാവശ്യം പോട്ട്. സത്യം പറഞ്ഞാൽ പാടാൻ അറിയാമോ അറിഞ്ഞൂടെ, അതല്ല നമ്മൾ ട്രൈ ചെയ്യണം അല്ലേ, വന്ന് 10 പേര് മുമ്പിൽ പാടി നോക്കണം. കൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം, മിന്നിയുലയും വ്യാമോഹ ജ്വാലയാളുകയായി എൻ്റെ ലോകം നീ മറന്നോ, എൻ്റെ ലോകം നീ മറന്നോ, ഓർമ്മ പോലും മാഞ്ഞു പോകുവതിൻ്റെ പാതിരാമഴയേതോ ഹംസഗീതം പാടി. ശരി പോവാന്നാ, പാട്ടെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ പാട്ടൊക്കെ പാടി കഴിഞ്ഞ് മണി 5 ആവാറായി. 5 മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വൈശൂട്ടിക്ക്. മണി ഇപ്പോഴും 5 ആയി. ഇനി ഇവിടെ 5:30 മണിയാവുമായിരിക്കും. 5:15 മണിയാവും, 15 മിനിറ്റ് ആവും. സമയം ഇനി ഇന്ന് സമയം എടുക്കും. കുഴപ്പമില്ല, ഒന്നും വിളിക്കാം. ചോറ് കഴിച്ചാൽ മതി. ഓക്കെ പോവാം. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ലല്ലോ. മൈക്ക് എടുക്കാൻ നീ കയറി ഇങ്ങോട്ട് ഓട്. നമുക്ക് മൈക്ക് വേണം. ഞാൻ പോണ്, എൻ്റെ ചെയ്യാൻ പോണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര പോരാ, കാരണം നമ്മൾ ഇന്നലെ രാത്രി വന്നെങ്കിൽ അടിപൊളി തന്നെ. എന്നാലും കുഴപ്പമില്ല, വന്ന് നമ്മൾ ഇതൊക്കെ കാണിച്ച് ഇത് ചെറിയൊരു പ്രൊമോഷൻ പോലെ. നമ്മളെ ചേട്ടത്തി മൈനിയാർ, നമ്മളെ മൈനിയാർ, തമിഴിൽ മൈനി എന്ന് പറയും, മലയാളത്തിൽ ചേട്ടത്തി എന്ന് പറയും. ഞങ്ങൾ സൗമ്യനെ വിളിക്കുള്ളൂ അല്ലേ, ഫ്രണ്ട്സിനെ പോലെ തന്നെ. അപ്പോൾ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. ഇതുപോലെ നീ ശരിക്കും പാട്ട് പാടി ഉയരങ്ങളോട്ട് വരട്ടെ, എല്ലാം റീച്ച് ആവട്ടെ ചാനലൊക്കെ. എന്നെ പോലെ 1 ലക്ഷം അടിക്കട്ടെ. അപ്പോൾ നമ്മൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്ന് കേട്ടാ. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് തൊണ്ട പറ്റി ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കണ്. ഇവിടെ നിന്ന് മൈക്കിനെ പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പിടുങ്ങുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കും, ട്രിപ്പ് 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 എന്നൊക്കെ. ഓട്, ശരി പോന്നാ. അത് വിട് 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 വിട്. അപ്പോൾ എൻ്റെ ചെയ്യാം. അപ്പോൾ ഞായറാഴ്ച വേറെ പ്ലാൻ ഉണ്ടോ? അന്ന് വൈകിട്ട് എവിടെയും പോണോ? സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു, ജുറാസിക് വേൾഡ് പോകണില്ല. ആ ഇത് തിയേറ്റർ ഇവിടെ കണ്ടാൽ മതി കേട്ടാ, അല്ലേ? അപ്പോൾ അത്ര നീ വേറെ ഒന്നും പറയാനില്ല, കൂടുതൽ പറഞ്ഞ് കത്തി വെക്കുള്ള സമയമായി. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒറ്റ ലൈഫ് കിച്ചു പറ, കാണിച്ച് നിൽക്കണ ഭയങ്കര നാണാ. നിൽക്കണം. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം. കാശ് LAPG കട്ടൊക്കെ നിൽക്കണം.